നെല്ലിയാമ്പതി അഗ്രോ ടൂറിസം ഫെസ്റ്റ് നാച്ചുറ 2026 ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നടക്കുന്ന ഫെസ്റ്റ് തിങ്കളാഴ്ച രാത്രി വരെ തുടരും. പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും വിവിധ സ്ഥാപനങ്ങളുടെ പ്രദർശന വിൽപ്പന സ്റ്റാളുകൾ, ഫാമിന്റെ ഉൽപ്പന്ന സ്റ്റാളുകൾ എന്നിവിടങ്ങളിൽ കാണികളുടെ തിരക്ക് അനുഭവപ്പെട്ടു. ഫാമിന്റെ തനതായ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ടായി. ജാം, ജെല്ലി, സ്കോഷ്, പച്ചക്കറികൾ, പഴങ്ങൾ, അലങ്കാരച്ചെടികൾ എന്നിവ കാണാനും വാങ്ങാനും സംവിധാനമൊരുക്കിയിട്ടുണ്ട്. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാമുകളിൽ ഒന്നായിരുന്നു. സ്പെഷ്യൽ ഫാം എന്ന നിലയിൽ പലപ്പോഴും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഫാമിൻ്റെ പുരോഗതി. ഒരു കാലഘട്ടത്തിൽ ലാഭകരമായ അവസ്ഥയിലാണ് പോയിരുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൻ്റെ ഓറഞ്ചിൻ്റെ നഷ്ടം ഫാമിൻ്റെ വരുമാനത്തിലും വലിയ ഇടിവാണ് ഉണ്ടായത്. അത് എങ്ങനെ വീണ്ടെടുക്കാം എന്ന ആലോചനയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഫാമിനെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലേക്ക് ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച കഴിഞ്ഞ മന്ത്രി കൂടിയാണ് ശ്രീ സുനിൽ കുമാർ. എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ വന്ന് പുതിയ ഓറഞ്ച് തൈകൾ നട്ടുവളർത്തുക മാത്രമല്ല, വിളവെടുപ്പ് വന്നത് ഞാനാണെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോയും അയച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മന്ത്രി എന്ന നിലയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഒരുപക്ഷെ ഇത്രയേറെ റീച്ച് കിട്ടിയ മറ്റൊരു സാധനം ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയാണ് നമുക്ക് വിളവെടുക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വിത്തിട്ട മന്ത്രിയാണ്, മുൻ മന്ത്രിയാണ് ഇപ്പോൾ, ഞങ്ങൾ വിളവെടുക്കുന്നു എന്ന് മാത്രം. നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ അധ്യക്ഷയായി. നെല്ലിയാമ്പതി പഞ്ചായത്ത് പ്രസിഡന്റ് പി മായാണ്ടി, വൈസ് പ്രസിഡന്റ് കുഞ്ഞമ്മ ജോസഫ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം KG എൽദോ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആറുമുഖപ്രസാദ്, ഫാം സൂപ്രണ്ട് പി സാജിദ് അലി എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ചിത്രരചനാ മത്സരം, നെല്ലിയാമ്പതിയുടെ പാരിസ്ഥിതിക കാർഷിക ടൂറിസം സാധ്യതകളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ ശില്പശാല, കലാവിരുന്ന് എന്നിവയുമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.